blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും അപ്പോൾ തന്നെ ചെന്നൈയിൽ നിന്ന് ഷീബ മാത്യു എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും കൂടെ ചേർന്നിട്ടാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെന്നൈയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ സഹോദരി സുശീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് ഒരു വലിയ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ തലത്തിൽ ഒരു വലിയ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മകൾ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലല്ലോ, അത്ഭുതകരമായി അങ്ങ് വഴികൾ തുറക്കണമേ, നല്ല ഒരു കുഞ്ഞിനെ അങ്ങ് ദാനം ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിടെക്കിൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ കർത്താവെ. അപ്പോൾ തന്നെ അവരുടെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ കർത്താവെ നീതിയും ന്യായവും, അപ്പോൾ തന്നെ അവർക്ക് അനുകൂലമായ ചില വിധികളും ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നപ്പ. അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി അങ്ങ് ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അടുത്തതായി ഷീബയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഷീബ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് ഗവൺമെൻറ് സർവീസിൽ കർത്താവെ ഒരു നല്ല ജോലി ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി അതിനുള്ള വഴികളെ അങ്ങ് തുറക്കണമേ. തൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും, സാമ്പത്തികമായി, ശാരീരികമായി, ആയുസ്സിൻ്റെതായ എല്ലാ നന്മകളും ഓരോ വ്യക്തികൾക്കും കൊടുത്ത് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഈ 2 സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് വീണ്ടും ഇന്നലെ കണ്ടതുപോലെ തന്നെ മിറക്കിൾസ് ടുഡേ ആണ് ഇന്ന് നിങ്ങൾ കാണാനായി പോകുന്നത്. വിവിധ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലൊക്കെ ആളുകൾ വന്നിട്ട് പറഞ്ഞ സാക്ഷ്യങ്ങളാണ് ഇതൊക്കെ. ഇതാരെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചിട്ടുള്ളതല്ല, അവരുടെ അനുഭവങ്ങളാണ്. ചിലരൊക്കെ കരയുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ, ആ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം വിടുതലുകൾ നൽകുവാൻ ശക്തനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക. സാക്ഷ്യത്തിന് ശേഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാവുക. ബ്രദർ ഇമോളുടെ പേര് ട്രിനിറ്റി എന്നാണ്. പൂനെയിൽ തന്നെയാണ്. തന്നോട് പഠിക്കുകയാണ്, 11th താൻ പഠിക്കുകയാണ്. ഏകദേശം 2 വർഷത്തോളം തനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ടായിരുന്നു. താൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ താൻ തുമ്മി തുടങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, ഉറങ്ങുമ്പോൾ, എല്ലാ സമയത്തും തനിക്ക് തുമ്മൽ. കാരണം ഈ മോള് പറഞ്ഞത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ നാണക്കേടായിരുന്നു. ആൾക്കാരുടെ മുമ്പിലൊക്കെ ചെല്ലുമ്പോൾ എപ്പോഴും ഇങ്ങനെ തുമ്മിക്കൊണ്ട് ടവലൊക്കെ വെച്ച് ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുന്നത്. കാരണം വളരെ പ്രയാസപ്പെട്ടാണ് ഈ മോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ദൈവം ചെയ്ത അത്ഭുതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 ഈ ജനുവരി മാസത്തിൽ ആദ്യ ആഴ്ചകളിൽ മോള് TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അലർജി മൂലം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ചിലരുടെ അലർജി ഈ സമയത്ത് വിട്ടുമാറുന്നു. ആ സമയത്ത് തന്നെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. 2 വർഷം ഉണ്ടായിരുന്നാണ്. താൻ സ്കൂളിൽ പോകുമ്പോൾ, ക്ലാസ് റൂമിലിരിക്കുമ്പോഴത്തേക്കും, താൻ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും താൻ പഠിക്കാൻ പോലും പറ്റാതെ വല്ലാതെ പ്രയാസപ്പെട്ടു. വ്യത്യാസം ഒന്ന് പറയാമോ മോൾക്ക് സൗഖ്യം ലഭിച്ച ശേഷമുള്ള വ്യത്യാസം? ആ ടൈമിൽ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എഴുന്നേൽക്കും പഠിക്കാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. ഫ്രണ്ട്സ് ചോദിക്കുന്നത് എന്ത് ഇത്ര തുമ്മുന്നു, എന്തുവാ ചികിത്സയും ചെയ്തില്ലേ. ഇവിടെ വന്നിട്ട് ജനുവരിയിൽ ഫസ്റ്റ് വീക്ക് പാസ്റ്ററിൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പം പാസ്റ്റർ പറഞ്ഞു, വളരെ വർഷകാലമായിട്ട് അലർജി അനുഭവപ്പെടുന്ന ഒരു കുട്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കണ്ണടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ടൈം ഞാനും എൻ്റെ മമ്മിയും കൂടെ കൈകോർത്ത് പിടിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു.
പിറ്റേ ദിവസം തൊട്ട് ഞാൻ തുമ്മൽ തന്നെ മറന്നുപോയി. എൻ്റെ മറന്നേ പോയി. എൻ്റെ മമ്മി ചോദിച്ചു, നീ ഇപ്പൊ തുമ്മുന്നില്ലല്ലോ, ഡാമിൻ ബ്രദറിന്റെ ഇത് കണ്ടോണ്ടാ, നീ വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അത് വന്നിട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. തുമ്മാതെ മറന്നു പോവുക. തുമ്മാനെ മറന്നുപോയി. കർത്താവിന് നന്ദി പറഞ്ഞാലും കൈകളെ ഉയർത്തി, കർത്താവെ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയും. വളരെ പ്രയാസപ്പെട്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ ഓരോ ആവശ്യത്തിലും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന യേശുവാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു കർത്താവെ. തുടർന്നുള്ള പഠനവും ഭാവിയും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതോട് ചേർന്ന് ഈ സാക്ഷ്യം കാണുമ്പോൾ വിശ്വാസം അകത്ത് വന്നവർ കൂടെ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ അലർജിയുള്ള പലരും ഒക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കർത്താവ് എന്നെ ഒന്ന് സൗഖ്യമാക്കിയെങ്കിലെന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഇപ്പോൾ എല്ലാത്തരം അലർജിയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡസ്റ്റ് അലർജി യേശുവിൻ്റെ നാമത്തിൽ, പൊടി കൊണ്ടുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത തുമ്മലും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. ഭക്ഷണത്തിലൂടെയുള്ള ചില അലർജി ഇപ്പോൾ സൗഖ്യമാകുകയാണ്. വെള്ളത്തിൻ്റെ ചില അലർജി ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. ചില വസ്ത്രങ്ങൾ അണിയുമ്പോഴുള്ള അലർജി, ചില മരങ്ങളുടെ, ചില സസ്യങ്ങളുടെ, ചില ചെടികളുടെ ഇടയിലൂടെ പോകുമ്പോഴുള്ള അലർജി യേശുവിൻ്റെ നാമത്തിൽ, കണ്ണിലുള്ള ചില അലർജികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മറ്റ് എല്ലാ തരത്തിലുമുള്ള അലർജികൾ, ത്വക്ക് രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. യേശുവേ എന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പറയാനായി തുടങ്ങിയാലും കർത്താവ്, ഇപ്പോൾ തന്നെ ഭക്ഷണത്തിലൂടെ, ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുന്ന ചില അലർജി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ഓരോ ശരീരങ്ങളുടെ മേലും വന്ന് ചേരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, ഈ സഹോദരിയുടെ പേര് രജനി എന്നാണ്. ഈ സഹോദരി 3 ആഴ്ചകൾക്ക് മുൻപ് തൻ്റെ വീട്ടിൽ ജോലി എടുക്കുന്ന സമയത്ത് ഒരു ഫർണിച്ചറിൽ കാൽമുട്ട് ശക്തമായി അടിച്ചുകൊണ്ടത് മൂലം കാൽമുട്ടിലെ ചിരട്ട സ്ഥാനം മാറിപ്പോയി. അത് പിന്നീട് അല്പസമയത്തിന് ശേഷം മടങ്ങി വന്നെങ്കിലും തനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. തുടർന്ന് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, വളരെ ഗ്യാപ്പ് സംഭവിച്ചു പോയി, അതുകൊണ്ട് ഇത് പ്ലാസ്റ്റർ ഇട്ടാൽ മാറുകയില്ല, ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഇവരതിന് പെട്ടെന്ന് തയ്യാറാകുന്നതുകൊണ്ട് പ്ലാസ്റ്റർ ഇടിച്ചു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിശോധിച്ചപ്പോൾ ഇത് പ്ലാസ്റ്ററിൽ നിൽക്കുന്നതല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സഹോദരൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി നല്ല പ്രഗത്ഭനായ ഡോക്ടറിന്റെ അടുക്കൽ പോയി. അദ്ദേഹവും എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും ഓപ്പറേഷനിലൂടെ തന്നെ മാറുകയുള്ളൂ, പ്ലാസ്റ്റർ ഇട്ടാൽ കൂടുന്ന ഒരു പൊട്ടലല്ല, അതിലും വലിയ പൊട്ടലാണ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ഈ സഹോദരി തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ സഹോദരിക്ക് MRI സ്കാൻ പറഞ്ഞിരുന്നത്. ഓപ്പറേഷൻ മുൻപ് MRI സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാകും എന്തായാലും പൊട്ടൽ കൂടുതലാണ്, പക്ഷെ അത് എത്രത്തോളം ക്ലിയർ ആയിട്ട് ചികിത്സ ചെയ്യണമെങ്കിൽ MRI സ്കാനിൻ്റെ കൂടെ ആവശ്യമുണ്ട്, അന്ന് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സഹോദരി വളരെ ഭാരപ്പെട്ടു, ഇത് ഓപ്പറേഷൻ ചെയ്യാതെ എനിക്ക് കർത്താവിനെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഫെബ്രുവരി 7-ാം തീയതി ഈ സഹോദരി TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമുണ്ടായി. താൻ പറയുന്നത് തൻ്റെ ആ മുട്ടിൻ്റെ ചിരട്ടയുടെ ഭാഗം അത് തുടിക്കുന്നത് പോലെ, നമ്മുടെ ഹാർട്ടൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ അത് തുടിക്കുന്നത് പോലെ ഈ സഹോദരി അനുഭവപ്പെട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് താൻ MRI സ്കാൻ എടുക്കേണ്ടത്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് തനിക്ക് അകത്ത് മനസ്സിലായി താൻ സൗഖ്യമായെന്ന്. ഡോക്ടർ MRI സ്കാൻ എടുത്തിട്ട് ഡോക്ടർ ഇപ്രകാരമാണ് പറഞ്ഞത്, ഇതൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നല്ലോ, ഞാൻ എക്സ്റേയിൽ കണ്ട പോലത്തെ ഗ്യാപ്പ് ഇപ്പോൾ ഇല്ല, അത് വളരെ അടുത്തിരിക്കുന്നു, ഒരു ചികിത്സയുടെ ആവശ്യമില്ല, ചില ആഴ്ചകൾ റെസ്റ്റ് എടുത്താൽ മാത്രം മതി, ആ അസ്ഥി സൗഖ്യമായിരിക്കുന്നു. സർജറി മാറ്റിവെച്ചു. അതിന്റെ വ്യക്തമായ ഇത് അതിൽ കാണാം, വളരെ അകന്ന് ഇരിക്കുന്നത്. ആദ്യം എടുത്തതാണോ? ഇത് എക്സ്റേ ആദ്യം എടുത്തതാണ്. ആദ്യം എടുത്ത എക്സ്റേ ആണ് ഈ കാണുന്നത്. അതിൽ ഏത് ഭാഗത്താണ് പ്രശ്നമുള്ളത്? ഇതാണ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്, എല്ല് പൊടിഞ്ഞ് കിടക്കുകയാണ്, ഓപ്പറേഷൻ നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞു. ഓക്കെ, മാറി നിൽക്കുന്ന ആ പോർഷൻ. ഓക്കെ ഓക്കെ. അതിനുശേഷം MRI റിപ്പോർട്ട്. ഇതാണ് ഇപ്പോഴത്തെ MRI റിപ്പോർട്ട്. ഓക്കെ. MRI റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത് അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്, ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്താൽ 3 മാസം 6 മാസം വരെ ഒരേ കിടക്കയിൽ കിടക്കേണ്ടി വരുമായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ TV പ്രോഗ്രാം കണ്ട സമയത്തുണ്ടായ അനുഭവം ഒന്ന് പറയാമോ?
കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുന്ന് എൻ്റെ പേരിൽ അതേ ഉള്ള ഒരാളുടെ സാക്ഷ്യം ഞാൻ കേട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുന്ന് രാവിലെ 7 മണിക്കുള്ള ബ്ലെസ്സിംഗ് ടുഡേ പ്രയർ. അപ്പോൾ ബ്രദർ പറഞ്ഞ് ഇതേ അസുഖത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരിയെ സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞു. ഈ സാക്ഷ്യം കാണുന്നവരുടെ മേൽ യേശു കർത്താവിന്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ബ്രദർ പറഞ്ഞല്ലോ ആ മുട്ടിനകത്ത് എന്തോ ഫീൽ ചെയ്യുന്നു, മുട്ട് വിറയ്ക്കും പോലെ തോന്നി, ശരീരമൊക്കെ ഒരു കുളിര് പോലെ വന്നിട്ട് മുട്ട് പ്രശ്നമുണ്ടായ ഭാഗത്ത് വിറയ്ക്കും പോലെ തോന്നി. അതിനുശേഷം എനിക്ക് വേദനയില്ല. ഡോക്ടറിന് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചെന്നാണ് ഡോക്ടർ കേട്ടത്. ഇങ്ങോട്ട് ചോദിച്ചു എങ്ങനെ ഇത് സംഭവിച്ചു. മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭനായ ഡോക്ടറാണ് രണ്ടാമത് കൊണ്ടുവന്ന് കാണിച്ചത്. ആ ഡോക്ടറാണ് ഇത് ചോദിച്ചത്. ആ ഡോക്ടറാണ് ചോദിച്ചത്. പ്രൈസ് ഗോഡ്. കർത്താവ്, എത്ര പേർ കൈകൾ ഉയർത്തി ഈ രോഗസൗഖ്യത്തിനായി യേശുവിന് നന്ദി പറയും? കൈകൾ ഉയർത്തി തന്നെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യക്തമായി ഈ സഹോദരിയുടെ ആ കാൽമുട്ടിലെ പ്രയാസം സൗഖ്യമാക്കുവാൻ അങ്ങേക്ക് സാധിച്ചെങ്കിൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ലോകം എമ്പാടും ഈ സാക്ഷ്യം കാണുന്ന വ്യക്തികൾ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് അത്ഭുതങ്ങളുടെ നാളുകളാണ്. കാരണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശു എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. കിടപ്പിലായിരിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ, നട്ടലിൻ്റെ തകരാറുള്ളവർ സൗഖ്യമാകട്ടെ, ക്യാൻസർ ബാധിതരായവർ സൗഖ്യമാകട്ടെ, മെൻ്റൽ പ്രോബ്ലം ഉള്ളവർ സൗഖ്യമാകട്ടെ. ഒരു സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ വിടുതൽ നടന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ അനേകർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ സൗഖ്യമാകട്ടെ. ഇവിടെ ഇരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ഈ സാക്ഷ്യം മാധ്യമങ്ങളിലൂടെ കാണുന്നവർ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ദൈവിക വിടുതലുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കുറച്ച് നിമിഷം മുൻപ് കേട്ടതുപോലെ കാൽമുട്ടിൻ്റെ തകരാറുകൾ കർത്താവ് പരിഹരിച്ചു. കാൽമുട്ടിന് പ്രശ്നമുള്ളവർ, അതുപോലെ അസ്ഥി സംബന്ധമായി പ്രശ്നമുള്ള, സന്ധികളിൽ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ ഓരോ കാൽമുട്ടുകളും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവെ, കാൽമുട്ടിലുള്ള നീര് ഈ സമയം സൗഖ്യമാകുകയാണ്. കർത്താവ് ഇപ്പോൾ ആ ഭാഗത്ത് തൊടുകയാണ്. കാൽമുട്ടിനകത്ത് ചിരട്ടയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങൾ കർത്താവ് സൗഖ്യമാകുന്നു. ഫ്ലൂയിഡിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ കുറവുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് പരിഹരിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് പരിഹരിക്കപ്പെടുന്നു. എല്ല് തേയ്മാനം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. ആർത്രൈറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ ഇത് സൗഖ്യമാകുകയാണ്. സന്ധികളിലെ വേദന ഇപ്പോൾ സൗഖ്യമാകുന്നു. സന്ധികൾ ചുവന്ന് നീര് വെച്ച് നിൽക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം നിങ്ങളുടെ കൈകാലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും കർത്താവെ, അങ്ങ് ഇവരെ സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സഹോദരിയുടെ പേര് ജെസ്സി എന്നാണ്. ആലപ്പുഴ തന്നെയാണ് സഹോദരിയുടെ വീട്. കാരണം 20 വർഷത്തോളം തൻ്റെ മകൾക്ക് ഈ സിസ്റ്ററിനുണ്ടായ തലവേദനയുടെ ഭാരം, അത് മുഖാന്തരം ഒത്തിരി ചികിത്സകളെല്ലാം നടത്തി. ആയുർവേദം, ഹോമിയോ, അതുപോലെ എല്ലാ ചികിത്സകളും നടത്തി. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ദൂരയാത്ര ചെയ്യുമ്പോഴെല്ലാം അതിശക്തമായ രീതിയിൽ തലവേദനയും അത് മുഖാന്തരം ഒത്തിരി ഭാരങ്ങളും എല്ലാം ഒമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എല്ലാം ഉണ്ടാകുമായിരുന്നു. എന്നാൽ പ്രയർ സെൻ്ററിൽ വിളിച്ചു പറഞ്ഞു, അന്ന് കർത്താവ് ഈ മകളെ സ്പർശിച്ചു എന്ന്. കാരണം അന്ന് ശരീരത്തിന് എന്തോ ഒരു വലിയൊരു ചൂട് അനുഭവപ്പെടുന്നത് പോലെ തോന്നി. കാരണം കോൾ സെൻ്ററിലെല്ലാം വിളിച്ചു പറഞ്ഞു. അന്ന് ഈ നമ്പർ കണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ വലിയൊരു അനുഭവം. കാരണം തലയിൽ കൂടെ എന്തോ ഒരു വലിയൊരു തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ, ചൂടോ എന്തൊക്കെ അനുഭവപ്പെടുന്നത് പോലെ തോന്നി. അന്ന് മുതൽ കർത്താവ് സൗഖ്യം നൽകി. ഇപ്പോൾ ദൂരയാത്രയെന്ന് പോയാലും അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. കർത്താവിൻ്റെ മകളെ സൗഖ്യമാക്കിയെന്ന 20 വർഷമുണ്ടായിരുന്ന ആ തലവേദന കർത്താവ് പൂർണ്ണമായി അവിടെ നിന്ന് വിടുതൽ നൽകി, അവിടെ സൗഖ്യമാക്കിയ. സിസ്റ്റർ എന്താ പറയാനുള്ളത്? ഞാൻ സ്ഥിരമായി ബ്ലെസ്സിംഗ് ഇവിടെ കാണുന്നൊരു വ്യക്തിയാണ്. പിന്നെ കോൾ സെൻറ്ററിൽ വിളിക്കും. ഇവിടെ ആലപ്പുഴയിൽ നടക്കുമ്പോൾ സ്ഥിരമായി വന്ന് കൂടും. എൻ്റെ 20 വർഷം പഴക്കമുള്ള തലവേദന ഇപ്പോൾ പൂർണ്ണമായി. തലവേദന കാരണം ഭയങ്കരമായിട്ട് ഭാരപ്പെടുമായിരുന്നു. യാത്ര ചെയ്യാനോ വിശന്ന് നിൽക്കാനോ പിന്നെ ഇച്ചിരി വെയിൽ കൊള്ളാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാകും. ഹല്ലേലൂയ.
പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടത്. ഇന്നത്തെ ഈ എപ്പിസോഡിന് ശേഷമായിട്ട് സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ പ്രെയർ കോൾ സെൻറ്ററിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയണം. ലൈനുകൾ പലതും ബിസി ആയിരിക്കാം, പക്ഷെ വിളിച്ചുകൊണ്ടേയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തലവേദന അനുഭവിക്കുന്ന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മൈഗ്രെയിൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ, പൂർണ്ണമായ സൗഖ്യം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഛർദ്ദിക്കുന്ന പോലെ തലവേദനയുള്ള ചില വ്യക്തികൾ ഇപ്പോൾ കർത്താവ് അവരെ സൗഖ്യമാക്കിയാണ്. കണ്ണ് തുറക്കാൻ പറ്റാത്ത തലവേദനയുള്ള വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ശരീരത്തിൽ വല്ലാത്ത വേദന പല ഭാഗത്തായി അനുഭവിക്കുന്നവരുണ്ട്, അവരെ കർത്താവ് സൗഖ്യമാക്കിയാണ്. ചിലപ്പോൾ തലവേദന കൊണ്ട് നിങ്ങൾ തലയ്ക്കകത്ത് സാരമായ തകരാറുകൾ ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ ആ ഭാഗത്തെ തൊട്ട് സൗഖ്യമാക്കുന്നു. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത വിധത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. മൂക്ക്, അതുപോലെ മൂക്കിനോടനുബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങൾ, സൈനസ് ഏരിയ മുഴുവൻ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ ചെവി അടഞ്ഞിരിക്കുന്നു, എല്ലാ ഭാഗങ്ങളിലും അടഞ്ഞിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. വിടുതൽ ഈ സമയം എല്ലാ സൈനസ് പ്രോബ്ലത്തിൽ നിന്നും ഓരോ വ്യക്തിയും ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്ററിൻ്റെ പേര് പ്രസന്ന സുരേഷ് എന്നാണ്. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ, ആകെ ഏകദേശം തപ്പിപ്പറക്കിയാൽ ഒരു 50,000 രൂപയോളമാണ് ഈ സിസ്റ്ററിൻ്റെ കയ്യിൽ ഇവർ കുടുംബത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇവർക്കൊരു സ്ഥലം വാങ്ങിക്കണം, വീട് വെക്കണമെന്ന് ഒത്തിരി നാൾ ആഗ്രഹിച്ചിരുന്നു. ഈ സിസ്റ്റർ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഒരു സഹോദരിയും കുടുംബമാണ്. ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനെ അവിടുത്തെ നമ്പർ കിട്ടി, 0484-422-111 എന്നുള്ള നമ്പറിൽ ഇവരവിടെ വിളിച്ചു. എന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഫോൺ എടുത്ത് പ്രാർത്ഥിച്ചവർ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ധൈര്യത്തോടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞു. ദൈവം ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? 10 ലക്ഷം രൂപ. അപ്പോൾ ആകെ 50,000 രൂപ കയ്യിലുള്ളൂ, പക്ഷേ ഇവർക്ക് ലഭിച്ചത് 10 ലക്ഷം രൂപയുടെ സ്ഥലം 6 ലക്ഷം രൂപയ്ക്ക് സ്വർഗത്തിലെ ദൈവം ഒരുക്കി കൊടുത്തു. പക്ഷേ 50,000 രൂപ മാത്രമേ ഇവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ദൈവം ചെയ്തത് 1 രൂപ പോലും ബുദ്ധിമുട്ടിക്കാതെ ഇവരുടെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളിൽ നിന്നും പണമെല്ലാം ഇവർക്ക് ലഭിച്ചു. അവർ പറഞ്ഞത്, നിങ്ങൾ സ്ഥലം വാങ്ങിക്കുക, നിങ്ങളുടെ കയ്യിൽ പണമുള്ളപ്പോൾ ഞങ്ങൾക്ക് തിരികെ നൽകിയാൽ മതി എന്ന് പറഞ്ഞ 3 വ്യക്തികൾ ഇവർക്ക് പണം കൊടുത്ത് സഹായിച്ചു. ഹല്ലേലൂയ. ഇതാ സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത്. അടുത്ത ഇവർക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത്, തൻ്റെ മകൻ പ്രജീഷ്, 15 വയസ്സേ ഉള്ളൂ, പറഞ്ഞത് ഇങ്ങനെയാണ്, ജലദോഷമായപ്പോൾ ആവി പിടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചെടുത്തു. പക്ഷേ ആ വെള്ളം മറിഞ്ഞ് നേരെ തുടയിലേക്ക് വീണു. തുടയാകെ പഴുത്ത് വല്ലാത്ത അവസ്ഥയെ ഡോക്ടറിനെ കാണിച്ചു. 2 മാസം റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. ഈ സമയത്തും സിസ്റ്റർ പ്രയർ കോൾ സെൻ്ററിൽ വിളിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞാൽ പ്രാർത്ഥിച്ചേ? മോന് ഒരു കുറച്ച് ദിവസം കൊണ്ട് സൗഖ്യം നല്ലപോലെ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ പോയി കാണിച്ചു, നല്ല പഴുപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മോനെ ഒരു കുഴപ്പമുണ്ടായാലും നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക പറഞ്ഞു. വിശ്വസിച്ചു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മകന് 2 മാസം കഴിഞ്ഞാലാണ് മാറുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ജൂലൈ 11 സംഭവം നടന്നത്. അപ്പം അത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വരെ റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത് ഡോക്ടർ. പക്ഷേ 15 ദിവസം കൊണ്ട് എൻ്റെ യേശു സൗഖ്യമായി. ഇപ്പം അവൻ വന്നിട്ടുണ്ട് ഇവിടെ. എത്ര ദിവസമാ ഡോക്ടർ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു? 2 മാസം പറഞ്ഞു. മോനെ SLC എക്സാമിന് പഠിക്കുകയായിരുന്നു, പക്ഷെ ദൈവം മോന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. തുടയെല്ലാം വല്ലാതെ പഴുത്തിരിക്കുകയായിരുന്നു. 15 ദിവസം കൊണ്ട് കർത്താവ് ഉണക്കി തന്നു. ഹല്ലേലൂയ. ഇതാ ദൈവം എന്ന് പറയുന്നത്. കർത്താവ് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നന്ദി പറയുന്നു. ആ വേഗത്തിൽ സ്ഥലം ലഭിച്ചല്ലോ, അതിൻ്റെ ബാക്കി ആ കൊടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും തുകയെല്ലാം ക്രമീകരിക്കപ്പെട്ട് ഭവനം വേഗത്തിൽ അതിൻ്റെ മേൽ പണിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മകന് വേണ്ടി അങ്ങ് ചെയ്ത അത്ഭുതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അസൗഖ്യം കൊടുത്തതിന് നന്ദി പറയുന്നു. ഇവൻ പഠനകാര്യത്തിൽ ഏറ്റവും നല്ല നിലയിൽ ഉന്നത വിദ്യാഭ്യാസമെല്ലാം ഇവന് ലഭിക്കട്ടെ. നല്ല രീതിയിൽ ഇവന് എല്ലാ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ വിജയം വരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സാക്ഷ്യത്തിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെയും ആമേൻ.
സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരൊക്കെ ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ സമയത്ത് ഒരത്ഭുതം കർത്താവ് ചെയ്യാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ ഞെരുക്കം അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടേതായ ആ അനുഗ്രഹങ്ങളും നന്മകളും ഇപ്പോൾ തന്നെ അവരുടെ മേൽ വന്ന് ചേരട്ടെ കർത്താവെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകട്ടെ. ഇതുപോലെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരുടെ സ്ഥലം സമയത്ത് വിൽക്കാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ. അത്ഭുതകരമായി ഏറ്റവും നല്ല വിലയ്ക്ക് തന്നെ അത് വിൽക്കപ്പെടാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സ്ഥലം വാങ്ങിക്കാൻ നിൽക്കുന്ന ചിലരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടിയും സംഭവിക്കട്ടെ. അവരുടെ കയ്യിൽ അതിനുള്ള പണം സമയത്ത് വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വീടിൻ്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ തന്നെ ആ കാര്യത്തിൽ അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ചില ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. ഈ സമയത്ത് അത് സാങ്ഷൻ ആകുകയില്ല എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവെ, അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൈകൾ അവരുടെ ജീവിതത്തിൽ ചലിക്കപ്പെടുന്നത്, പ്രവർത്തിക്കപ്പെടുന്നത് ഈ ഓരോ വ്യക്തിയും ദർശിക്കട്ടെ കർത്താവെ. അങ്ങനെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എത്ര മനോഹരമായ സാക്ഷ്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഓരോ സാക്ഷ്യങ്ങളും തെളിയിക്കുന്നത് യേശു ജീവിച്ചിരിക്കുന്നു എന്നാണ്. യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ദൈവമായിരുന്ന യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപമെടുത്ത് വന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യേശു കർത്താവ് മരിച്ചു. പിന്നീട് അദ്ദേഹം അടക്കപ്പെട്ടു. 3-ാം ദിവസം അദ്ദേഹം മരണത്തെ തോൽപ്പിച്ച്, കല്ലറയെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. പിന്നീട് 40-ാമത്തെ നാൾ സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്തായിട്ട് യേശു കർത്താവ് ഇരിക്കുകയാണ്. പക്ഷേ യേശുവിൻ്റെ ആ നിറ സാന്നിധ്യം ഇന്ന് ഭൂമിയിലുണ്ട്. അക്ഷരാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും യേശുവിൻ്റെ സാന്നിധ്യം നമ്മളെല്ലാവരോടും കൂടെയുണ്ട്. ആരൊക്കെ യേശുവേ എന്ന് വിളിക്കുന്നുണ്ടോ, ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട്. എൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവർ അവർ ഉത്തരം കണ്ടെത്തും എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ യേശുവിനെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ, യേശുവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും യേശു കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകിയിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിന് വേണ്ടത് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ദൈവമായി, നിങ്ങളുടെ കർത്താവായി നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഇന്ന് വരെ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, കർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന എന്നോട് ചേർന്ന് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാനായി തുടങ്ങിയാൽ എല്ലായിടത്തും എല്ലാവരും കണ്ണുകൾ അടച്ച്, സാധിക്കുമെങ്കിൽ കൈകൾ കൂപ്പി പിടിച്ച് അതത് സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും ഇങ്ങനെ പ്രാർത്ഥിച്ചാലും, യേശുവേ, അങ്ങ് എൻ്റെ രക്ഷകനാണ്. യേശുവേ, അങ്ങെൻ്റെ ദൈവമാണ്. യേശുവേ, എൻ്റെ പാപങ്ങൾ ഓരോന്നും അങ്ങയോട് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് യേശുവേ അങ്ങ് കടന്നു വരണമേ. യേശുവിനായി എൻ്റെ ഹൃദയത്തെ ഞാനിപ്പോൾ തുറക്കുന്നു. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ പ്രാണനും എൻ്റെ ആത്മാവും യേശുവിനു വേണ്ടി ഉള്ളതെന്ന് ഞാനിപ്പോൾ സമ്മതിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായി, കർത്താവായി യേശു ക്രിസ്തുവിനെ ഞാനിപ്പോൾ അംഗീകരിക്കുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ മകനായി കഴിഞ്ഞു, മകളായി കഴിഞ്ഞു. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നിറ സാന്നിധ്യമുണ്ട്. നിങ്ങൾ പോകുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോടുകൂടെ ഒക്കെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. യേശു നിങ്ങളുടെ അകത്തിരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കാനായി തുടങ്ങും. ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവെ, ഓരോ രോഗികൾക്കായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും ഈ സമയം
സൗഖ്യമാകട്ടെ. വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വ്യത്യാസങ്ങൾ ശരീരങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. മനസ്സിൻ്റെ ഭാരങ്ങൾ കുറയട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, ജീവിതത്തെക്കുറിച്ചുള്ള നിരാശകൾ മാറട്ടെ. അപ്പോൾ തന്നെ ജീവിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം, ഒരു വലിയ പ്രത്യാശയുടെ ആത്മാവ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാളെ കോതമംഗലത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്ത് ബ്രദർ ഡാമിനും ഞാനും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ മറ്റന്നാൾ കറുകച്ചാലിലാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികളൊക്കെ വിളിക്കാനായി തുടങ്ങിയാൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ചിലപ്പോൾ ഒരുപക്ഷെ രാവിലെ കിട്ടിയില്ലെങ്കിൽ വൈകിട്ടുള്ള സമയത്തൊക്കെ നിങ്ങൾ വിളിക്കണം. വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. വിന്നേഴ്സ് ഫാക്ടറി വാങ്ങിക്കാനായിട്ട് മറക്കരുത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗാനങ്ങൾ വളരെ മനോഹരമായി നമ്മുടെ കൊയർ ആലപിച്ചിട്ടുള്ള ഗാനങ്ങൾ, അതിൻ്റെ CD ഉണ്ട്, സെലിബ്രേറ്റ് ജീസസ് എന്ന പേരിലുള്ള CD. അപ്പോൾ തന്നെ അത് ഒരു പുസ്തക രൂപത്തിൽ ഈ പാട്ട് മുഴുവൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. 1000ഓളം ഗാനങ്ങൾ അടങ്ങിയിട്ടുള്ള പുസ്തകമാണിത്. ബ്ലെസ്സിങ് ടുഡേ ആരാധനാ ഗീതങ്ങൾ എന്ന പേരിലുള്ള പാട്ടുപുസ്തകം. ഇത് നിങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൈവശമാക്കാനായിട്ട് സാധിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കാണാം. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദൈവത്തിന് ഭോഷത്വം ആരോപിക്കാത്ത നിഷ്കളങ്കൻ ആരായിരുന്നു? Who did not sin by charging God with wrongdoing? Options: A. Eliphaz, B. Bildad, C. Eob, D. Sophar. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.